ഇപ്പോൾ ലൈവില് അനുമോളും ഷാനവാസും കൂടെ വളരെ പീസ്ഫുൾ ആയിട്ടിരുന്ന് സംസാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആദിലയുടെയും നൂറയുടെയും വിഷയമാണ്, എസ്പെഷ്യലി ആദിലയുടെ വിഷയം. അതിൽ ഒരു കാര്യം, ഒരു ചെറിയൊരു കാര്യം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ആ ഒരു വിഷയവും കൂടെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ എന്താണെന്നുള്ളത് കാണാം. അതിന് മുന്നേ സീരിയൽ ആണ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതായത് തുടക്കം തൊട്ടേ തന്നെ ആദിലയെ കുറിച്ച് അനുമോള് പലരിടത്തും പറഞ്ഞിട്ടുള്ള, ആദ്യമായിട്ട് അനുമോൾ ഇങ്ങനെ ആദിലയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന, അത് ആദിലയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദിലയെടുത്തും നൂറെടുത്തും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. നീ ഈ വഴക്കുണ്ടാക്കുന്ന സമയത്ത് കുത്തി പറയാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യം പറയരുത്, ഉണ്ടാക്കി പറയരുത്. അതായത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ അത് അങ്ങനെയാണെന്ന് എന്നെ അടിച്ചേൽപ്പിച്ച് നീ അത് പറയരുത്. അത് നിങ്ങൾ പറയുമ്പോൾ, വേറെ ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ പറയുമ്പോൾ അതെനിക്ക് നല്ല നോവും എന്ന് ആദിലയെടുത്തും നൂറയെടുത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ റീ എൻട്രി വന്ന സമയത്ത് എല്ലാവരെടുത്തും ഈ പറയുന്ന ആദിലയുടെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അനുമോള് പറയുന്നുണ്ട്, അവരങ്ങനെയാണ്, അവർ ഓൾറെഡി എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കുത്തി പറയും, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയും, ജയിക്കാൻ വേണ്ടിയിട്ട് ആദില ഏതറ്റം വരെയും പോകുന്ന ടൈപ്പാണ്. ഇതൊക്കെ അനുമോള് സ്ഥിരമായിട്ട് പറയുന്നതാണ്. എഗെയിൻ ഷാനവാസിനോട് ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസിന് ശരിക്കും പറഞ്ഞാൽ ഡൗൺ ആക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു രാത്രി അങ്ങേയറ്റം വെളുപ്പിനെ ഒരു സമയത്താണ് ഈ പറയുന്ന അനുമോൾക്ക് മിണ്ടണം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായതിന്റെ റീസൺ വേറൊന്നും അല്ലടോ. അതായത് ഈ ഒരു വീഡിയോ എടുത്ത് കാണിച്ചില്ലേ, അപ്പോൾ അനുമോൾക്ക് ആദിലയുടെ നൂറയുടെ ഒക്കെ ആ ഒരു പഴയ മൊമെന്റ്സും മെമ്മറീസും ഒക്കെ വന്നപ്പോഴാണ് മിണ്ടാൻ തോന്നിയത് കേട്ടോ. അത് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോംപ്രമൈസ് ടോക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്നലെ ഷാനവാസ് എടുത്ത ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, അത് വെറും പറ്റിക്കലായിരുന്നോ, എന്തേത്, എങ്ങനെ സാധിച്ചു എന്നൊക്കെ ഇങ്ങനെ ഷാനവാസ് പറയാണ്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് അന്നേരം അനുമോളെടുത്ത് പറയുന്നുണ്ട്, ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പഠിച്ചെന്ന് വെച്ചാലേ, ഒരു കാര്യവും വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യവും ആരോടും പറയരുത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ അനുമോള് പറയുന്നുണ്ട്, എന്ത് പറഞ്ഞെന്നാണ്, ഞാൻ ഇവിടെ ആദിലയെടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തറിഞ്ഞാൽ പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ആ ഒരു കാര്യം അവിടെ എനിക്കൊരു വലിയ ഹുക്ക് ഫീൽ വന്നതെന്ന് വെച്ചാൽ, അനുമോൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതാണ് ആ ഒരു ക്യാരക്ടറിന്റെ ഒരു കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞല്ലോ, അനുമോള് ചെയ്യുന്ന തെറ്റായിക്കോട്ടെ എന്തായിക്കോട്ടെ വളരെ കോൺഫിഡന്റ് ആയിട്ട് യെസ് ഞാനത് ചെയ്തു, അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന അനുമോളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. അതിനകത്തൊരു ഗുണം എന്താന്ന് വെച്ചാല്, ഇപ്പൊ കാണുന്നവർക്ക് ഒരു വ്യക്തിനെ എങ്ങനെയും ജഡ്ജ് ചെയ്യാം. അനുമോള് ചെയ്തത് തെറ്റാണോ, തെറ്റ്, ശരിയാണോ, ശരിയാണത് എന്ന് കാണുന്ന ഒരു ഓഡിയന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്ക് അനുമോളുടെ ഈ ഒരു ജേർണിയിൽ, ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ആര്യനെയും ജിസേലിനെയും ചേർത്ത് അവര് കിടപ്പുമുറിയിൽ അത് എങ്ങനെയായിരുന്നു, പുതപ്പിനടിയിൽ എങ്ങനെയായിരുന്നു, ഈ ഒരു വിഷയമായിരുന്നു എനിക്ക് ഏറ്റവും വൃത്തികേടായിട്ട് അനുമോളുടെ കാര്യത്തിൽ തോന്നിയത്. അത് അനുമോൾ അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇന്നും പുറത്തതൊരു ഡിബേറ്റ് ആണ്. പുറത്ത് ഇന്നും അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. പിന്നെ അപ്പാനിയുടെയും ബിൻസിയുടെയും കാര്യത്തിൽ അത് അപ്പാനിയും ബിൻസിയും വേറെ ലെവലിൽ തീർക്കേണ്ടതാണ്. അത് അനുമോളുടെ നെഞ്ചത്തല്ല തീർക്കേണ്ടത്. അതുകൊണ്ട് ആ വിഷയത്തിൽ അതാണല്ലോ ഇപ്പൊ ഈ റീ എൻട്രി വന്ന സമയത്ത് അടുത്തൊരു വലിയ വിഷയമായത്. അത് അനുമോളുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമേ അല്ല സത്യത്തിൽ. അത് ബിൻസി എന്നെങ്കിലും മനസ്സിലാക്കിയാലേ ഈ അനുമോളാണ് ഇതിന് കാരണക്കാരി എന്നുള്ളതിൽ നിന്ന് മാറാൻ ബിൻസിക്ക് കഴിയത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് അപ്പാനിക്ക് അറിയാം. അത് അപ്പാനിക്കും ഇപ്പൊ തന്നെ ബിൻസിയുടെ ഈ ഒരു പെരുമാറ്റം, അതായത് ബിൻസി ഓൾവേസ് അപ്പാനി എടുത്ത് കുറച്ചധികം ഒരു ഫ്രീഡം എടുത്ത് പെരുമാറുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പാണ്, ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിൻസിക്ക് ഒരു ഇച്ചായന്റെ, ഒരു ബ്രദറിന്റെ ഒരു സ്നേഹമുണ്ട് ആയിക്കോട്ടെ. പക്ഷേ അതൊരു ഗോസിപ്പായിട്ട് പുറത്തു വരുമ്പോൾ എല്ലാവരുടെയും നാക്ക് പൂട്ടിക്കെട്ടാനോ വാ അടച്ച് സെലോട്ടെ പൊട്ടിക്കാനോ കഴിയില്ല. അപ്പോൾ അനുമോളുടെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സമയത്തും ഈ ഒരു കാര്യത്തിലും ഇത്രയും പ്രശ്നം നടക്കുമ്പോഴും അനുമോൾ ഒട്ടും പതറാതെ നിൽക്കുന്നത്. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ഓ അപാരം തന്നെ, തൊലിക്കട്ടി തന്നെ, അല്ലെങ്കിൽ കല്ലാണ് എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ എന്ന് വെച്ചാല് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, സ്വന്തം സ്വഭാവത്തിലൊരു വിശ്വാസമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോ കഴിഞ്ഞ ഒരുപാട് അടുക്കളയുടെ വഴക്കായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സില്ലി മാറ്റേഴ്സ് ഉൾപ്പെടെ പല വിഷയങ്ങൾ വരുമ്പോഴും നൂറ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ അനുമോള് തെറ്റ് ചെയ്താൽ സമ്മതിക്കത്തില്ല, നീ നിന്റെ തെറ്റ് സമ്മതിക്കുക എന്ന്. പക്ഷെ അവിടെ അനുമോൾ ആകെ കൂടി ചെയ്ത് തെറ്റ് എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുള്ള 2 കാര്യം, അതിൽ ഒരെണ്ണം പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞു, അപ്പാനി എടുത്ത് ബിൻസി എവിക്റ്റ് ആയതിനു ശേഷം സംസാരിച്ച വാക്കിന്.
രണ്ട്, ഇപ്പൊ പബ്ലിക്കായിട്ട് സോറി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ രേണു സുധിയുടെ തലയിൽ പെയിനാണെന്നുള്ളത് അവിടെ വെച്ച് പറയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് ബാക്കി ഒരു കാര്യത്തിലും ഇതുവരെ അനുമോൾ ഈ തെറ്റ് സമ്മതിച്ചിട്ടില്ല. അതിനകത്ത് അത് അവളുടെ ഒപ്പീനിയനിൽ അതായത് അനുമോളുടെ ഒപ്പീനിയനിൽ നിൽക്കുന്നു എന്നാണ്. യൂണിവേഴ്സൽ ട്രൂത്ത് ഒന്നും അല്ലല്ലോടെ. അതായത് ഒരു വിഷയം നടക്കുമ്പോൾ ആ വിഷയത്തിൽ ഇപ്പൊ ബിഗ് ബോസിലെ റിവ്യൂസ് നിങ്ങൾ എടുക്കാറുണ്ട്. ഒരു 5 പേരുടെ റിവ്യൂസ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. 5 പേരുടെ റിവ്യൂസും 5 ആയിരിക്കും. അതിൽ 3 പേര് ഒരു വ്യക്തിയെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ആ സെയിം വ്യക്തിയെ കറക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് പറയുന്നവരായിരിക്കും ബാക്കി 2 റിവ്യൂവേഴ്സ് അങ്ങനെയായിരിക്കും. അതായത് ഇവിടെ ബിഗ് ബോസിൽ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരാൾ കയറി അക്ബറിന്റെ പേര് പറയും, അടുത്തൊരാൾ പെട്ടെന്ന് പറയുന്നത് ചിലപ്പം മറ്റേ അനീഷിന്റെ പേരായിരിക്കാം. ഒരു കംപ്ലീറ്റ് സ്റ്റാർ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പറയാൻ പോകുന്നത് അത് ആദിലയുടെ പേരായിരിക്കാം, ചിലപ്പോൾ പറയാൻ പോകുന്നത് അനുമോളുടെ പേരായിരിക്കും. ഇതേ കണക്കൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ പെർസ്പെക്റ്റീവിന് അനുസരിച്ചാണ്. പക്ഷേ അനുമോളെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു തരി മാറില്ല. അതൊരു ഗുഡ് ക്വാളിറ്റിയാണ്. അതേ കണക്കുള്ള ഗുഡ് ക്വാളിറ്റി ക്യാരക്ടറാണ് അടുത്തൊരാളെന്ന് പറയുന്നത് നെവിൻ. ആരെന്ത് പറഞ്ഞാലും നെവിൻ ഒരാളെയും കൂസത്തില്ല, സ്വന്തം ക്യാരക്ടർ ഒരിക്കലും മാറ്റത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാലും ഇപ്പൊ അനുമോള് വന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടോ, ഭയങ്കര സ്റ്റേൺ ആയിട്ട്, ഇല്ല ഞാൻ കരയില്ല, ഇവരുടെ മുന്നിൽ ഞാൻ കരയേണ്ട കാര്യമില്ല, ഇവർക്ക് വേണ്ടി ഞാൻ കരയില്ല, ഈ ഒരു തരത്തില് അനുമോള് മാറിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, സ്വഭാവം മാറ്റില്ല എന്ന് പറഞ്ഞാലും മാറേണ്ടി വരുന്ന, അതായത് ഒരു പരിണാമം സംഭവിക്കുക എന്ന് പറയും. അത് മാറി 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 വരും, അവര് പോലും അറിയാതെ. പക്ഷെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ക്വാളിറ്റി ക്യാരക്ടർ അനുമോൾക്കുണ്ട്. അപ്പം ഷാനവാസ് പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ആദിലയോട് പുറത്തറിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന വലിയ വിഷയങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് കറക്റ്റായിട്ട് അനുമോള് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ടിഷ്യൂ പേപ്പറിനകത്ത് PR-ന്റെ ഫോൺ നമ്പർ എഴുതി നൂറയെ സപ്പോർട്ട് ചെയ്യാനും അക്ബറിനെ ഇവിടെ വെള്ള പൂശുകയാണ്, അത് മാറ്റണം, ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണം എന്ന ഒരു കാര്യം ആദില പറഞ്ഞത് സത്യമോ കള്ളമോ? അങ്ങനൊരു കാര്യം സത്യം പറഞ്ഞാൽ ഇതുവരെയും ആദില അനുമോള് കേക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആദില കുറച്ച് ഓവർ തിങ്കറാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യത്തില് ആദില എന്തൊക്കെയോ കണക്ട് ചെയ്ത്, ഇപ്പം ആര്യനെ കാണിച്ചിട്ട്, അതായത് മറ്റേ കാറിന്റെ ക്ലാസിക് ടാസ്കിനകത്ത് ആര്യൻ ഒരു ഞരമ്പനാണ് എന്ന് കാണിച്ചതായിട്ട് ആദില കൺവേ ചെയ്യുന്നുണ്ട്. വാഗുണ്ട് അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അനുമോള് കേൾക്കെ ആദില പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആദിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആദില പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുന്നുണ്ട്, പക്ഷെ അത് അനുമോളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന അനുമോള് PR-ന്റെ കാര്യം, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് നമ്പറൊക്കെ എഴുതി കൊടുക്കുക, അനുമോളുടെ PR-ന്റെ ഫോൺ നമ്പർ കാണാതെ അനുമോൾക്ക് അറിയാമോ? അതിനെക്കുറിച്ചും നമുക്ക് കൺഫ്യൂഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ അനുമോളെ കുറിച്ചുള്ള കുറെ അലിഗേഷൻസ് വെച്ചിട്ടും അത് പടച്ചു വിട്ടത് ആദിലയുമാണ്. ആദില ഏതറ്റം വരെയും കളിക്കുന്ന ആളാണെന്ന് നമുക്കും ഈ ഒരു ഗെയിമും ടാസ്കും വെച്ചറിയാം. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന അക്ബറിന്റെ പാവ എടുത്ത കേസ്, അനീഷിന്റെ അടുത്തുള്ള കുറച്ച് സ്ട്രാറ്റജീസും, അല്ലെങ്കിൽ അനീഷിനെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ 2 ആഴ്ച ആദില കളിച്ചപ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദില ഈസ് എ വെരി കീൻ കണ്ണിങ് ഗെയിമർ ആണ്. അതിനകത്ത് ഒരു തർക്കവും ഇല്ല. സ്റ്റിൽ നൗ ഷീ ഈസ് കണ്ടിന്യൂയിങ് ഹർ ഗെയിം. ഇപ്പൊ ഇത്രയും പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴും ആദിലയ്ക്ക് കിട്ടിയില്ലെങ്കിൽ നൂറയ്ക്കെങ്കിലും ആ ഒരു കപ്പടിക്കണം എന്നുള്ള ഒരു മനോവികാരത്തിലൂടെയാണ് ആദില കൊണ്ടുപോകുന്നത്. എനിക്ക് അവിടെയാണ് ഈ ഒരു കാര്യം, ഈ ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ എഴുതിയ കാര്യത്തിൽ ഒരു കൺക്ലൂഷൻ എത്തണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത്. പക്ഷെ ഇന്നത്തെ ദിവസം ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ പ്രൊമോയിൽ കണ്ടു. അടുത്ത ഈ സൗഹൃദത്തിന്റെ വീഡിയോസ് വരുമ്പോഴത്തേക്കും ആദിലയും നൂറയും നമ്മുടെ ശൈത്യയും എല്ലാം കയറി അനുമോളെ കെട്ടിപ്പിടിക്കാൻ അനുമോൾ അടുത്തോട്ട് ചെല്ലുന്നു. അവിടെയും അനുമോൾ തിരിച്ചു പോകുന്നില്ല. പക്ഷെ അതിനുശേഷം മറ്റേ മിഡ് വീക്ക് എവിക്ഷന്റെ സീൻ വരുമ്പോഴത്തേക്കും ഇവരെല്ലാവരും നിരന്നിരിക്കുന്ന സീനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് ഫോൺ നമ്പർ എഴുതിയ കാര്യം കൂടി വേണം. പിന്നെ നമ്മുടെ ഷാനവാസ് സത്യം പറഞ്ഞാൽ ഒരു നല്ല ലിസണറായി മാറിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് വന്നിട്ട്. കാരണം ഷാനവാസിന് കുറേ കാര്യങ്ങൾ ഇപ്പൊ അറിയാം. അക്ബർ എന്താണെന്നുള്ളതും ഷാനവാസ് ഈ എടുത്തെടുത്ത് അക്ബറിനെ എപ്പോഴും കുറ്റം പറയുന്നതിനൊക്കെ എവിടേക്കോ കാരണങ്ങളുണ്ട് എന്ന് ഇപ്പോ ഈ ഒരു ആഴ്ചയായിട്ടുള്ള ഷാനവാസിന്റെ സംസാരവും പെരുമാറ്റവും കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുറമെ അക്ബറിനെ കുറിച്ച് ആരും, അല്ലെങ്കിൽ അക്ബറിന്റെ ഒരു പക്ക നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല. അനുമോൾ എടുത്ത് അക്ബർ കാണിച്ചത് പക്ക ഗെയിമാണ്.
അനുമോളും അതേപോലെ തന്നെയാണ് അക്ബറിന്റെ അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്ബർ അനുമോളുടെ അടുത്ത് കാണിക്കുന്ന പെരുമാറ്റത്തിൽ നമുക്കൊരു ബാഡ് ഗെയിമർ എന്ന് പറയാൻ പറ്റത്തില്ല. അക്ബർ ഒരു ഗെയിമറാണ്. ലൈക്ക് നെവിനെ പോലെ, മറ്റേ അനുമോളെ പോലെ, അനീഷിനെ പോലെ അവർ ഓരോരുത്തരും ഓരോ സ്ട്രാറ്റജി കാണിക്കുന്നു, അക്ബറും സ്ട്രാറ്റജി കാണിക്കുന്നു. പക്ഷെ ഷാനവാസ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് അക്ബർ ഒരു ടോക്സിക് ആണ്, അല്ലെങ്കിൽ അക്ബറിനെ ഇത്രയും നെഗറ്റീവ് ആക്കി എന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഷാനവാസിന് കിട്ടിക്കാണും. ഇല്ലെങ്കിൽ ഇത്രയും പറയില്ലല്ലോ. കാരണം ആദില ഷാനവാസിനെ ആദില അക്ബറിനെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടാണ് ഷാനവാസിന് മൊത്തത്തെ അങ്ങ് ഈർച്ചയായി മാറിയിരിക്കുന്നത്. എന്തായാലും ശരി, ഇതിപ്പം നമുക്ക് ഈ ഒരു സീസൺ കഴിഞ്ഞാലും പുറത്തിറങ്ങി ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് 100% ഉറപ്പാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കുറച്ചധികം ക്ലാരിറ്റി കിട്ടും. പിന്നെ കഴിഞ്ഞ സീസണിലെ അടിയൊന്നും ഇപ്പോഴും പുറത്ത് കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ സീസണിലെ അടിയും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓരോ സീസൺ വരുമ്പോഴും ആയിരിക്കും ഇവരുടെയൊക്കെ അടികൾ നമ്മളിങ്ങനെ കാണുന്നത്. മലയാളം ബിഗ് ബോസിൽ മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ശരി, അനുമോൾ ആദില വിഷയം, അവരുടെ ഇടയിലെ ആ ഒരു സീക്രട്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. കാരണം വെച്ചാൽ ഞാൻ ഈ ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ച് ഇത് അവിടെ പറഞ്ഞത് നമ്മളിൽ ആദില ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. വിയർത്ത് കുഴഞ്ഞ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി ബൈ.